ITR ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇഷ്യൂസും അത് എങ്ങനെ മാക്സിമം മിനിമൈസ് ചെയ്യാം എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 139 സബ്സെക്ഷൻ 1 അനുസരിച്ചുള്ള ഡ്യൂ ഡേറ്റാണ് 31 ജൂലൈ. ഇതുവരെ എക്സ്റ്റൻഷൻ്റെ ന്യൂസസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് 31 ജൂലൈ ആണ് ഡ്യൂ ഡേറ്റ് എന്ന രീതിയിലാണ് ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇഷ്യൂ പെനാൽറ്റിയാണ്. സെക്ഷൻ 234Fലെ ലേറ്റ് ഫയലിംഗ് പെനാൽറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ബിലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് 31 ഡിസംബർ 2024 വരെ നിങ്ങൾക്ക് ബിലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ നിങ്ങളങ്ങനെ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 lakhsന് താഴെയാണെങ്കിൽ 1000 rupees മുകളിലാണെങ്കിൽ 5000 rupees നിങ്ങൾക്ക് ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി ആയിട്ട് വരാൻ പോകുന്നത്. ഇനി പലപ്പോഴും സ്മോൾ സ്കെയിൽ ബിസിനസ്സിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒന്നും ഫിനാൻഷ്യൽസ് ഒന്നും കറക്റ്റ് ആവാത്തത് കൊണ്ട്, കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇപ്പോഴും ഫയൽ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ TDSൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ 26 ASൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോം 16 അല്ലെങ്കിൽ 16A കിട്ടിയിട്ടില്ല എന്ന കാരണം കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്ന ആളുകളും ഉണ്ടാവാം. ബിക്കോസ് ഇങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റീഫണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടില്ല എന്ന കാരണം കൊണ്ടായിരിക്കാം നിങ്ങളിത് ഫയൽ ചെയ്യാതെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം ഇതുപോലെ തന്നെ 31 ജൂലൈ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഓപ്പോസിറ്റ് പാർട്ടി ഫയൽ ചെയ്യാതെ ഡിലേ ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ഫോൾട്ട് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടതായി വന്നേക്കാം. ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള TDS ഡീറ്റെയിൽസ് മാനുവലായിട്ട് ITRലെ TDS സെക്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓപ്പോസിറ്റ് പാർട്ടി റിട്ടേണുകളെല്ലാം TDS റിട്ടേണുകളെല്ലാം ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവൈസ് കൊടുക്കാവുന്നതാണ്, റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലേറ്റ് ഫീ ഒന്നും തന്നെ വരുന്നതല്ല. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേര് ഫയൽ ചെയ്യുന്നുണ്ട്. സോ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലേറ്റ് ഫീ വരാതെ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്ത് കഴിയാത്ത ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യാതെ വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടെൻറ്റേറ്റീവ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നത് തന്നെയുള്ളൂ. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബാലൻസിങ് ഫിഗർ സസ്പെൻസ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാലൻസ് ഷീറ്റ് എല്ലാം കറക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് റിവൈസ് റിട്ടേൺ കൊടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂ ആൻഡ് ഓൾഡ് റിജീമിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള, അതായത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് 31 ജൂലൈ വരെ മാത്രമാണ്. അതായത് ഡ്യൂ ഡേറ്റ് വരെ മാത്രമാണ് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബിലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഫയൽ ചെയ്യാതെ നിൽക്കുന്നവർ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഫയൽ ചെയ്യുക. പിന്നീട് റിവൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ലേറ്റ് ഫീയിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ്. ഓക്കെ, താങ്ക് യു.